ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സ്പെഷ്യലായിട്ട് സ്പൈസ് ലവേഴ്സിന് വേണ്ടിയിട്ട് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും പയ്യോളി ചിക്കൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. മസ്റ്റ് ട്രൈ ആണ്, അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈക്ക് വേണ്ടി മസാല റെഡിയാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ മെയിനായിട്ട് നമ്മുടെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, സവാളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം നല്ലപോലെ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വറ്റൽമുളക് നല്ല വാടുന്ന വരെ നമ്മൾ തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ വാടി വരണം വറ്റൽമുളക്. ഇതാ ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ മസാലയ്ക്ക് വേണ്ട വറ്റൽമുളക് ആദ്യം ഇട്ട് കൊടുക്കാം. നല്ലപോലെ വാടി വരണം. തിളച്ച് നല്ല വാടി വന്നതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് വേണ്ട സവാള ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അരിഞ്ഞ് പേസ്റ്റ് ആവരുത്, നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കുക. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ ക്രഷ് ചെയ്യുക. ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ചിക്കൻ്റെ വെള്ളം നല്ലപോലെ പോയതിന് ശേഷം വേണം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവ് ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ, ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കളറിന് വേണ്ടിയിട്ട്. കുറച്ച് ഗരം മസാല, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാ അതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂണിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ കൈയായിരിക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് മസാല എല്ലാ ചിക്കനിലും നല്ലപോലെ പറ്റി. എന്നിട്ട് നമുക്കിതൊരു മാക്സിമം 1 hour നമുക്കിതൊന്ന് ഫ്രിഡ്ജ് വെക്കാം. ഫ്രിഡ്ജ് വെച്ച് ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമുക്കിത് ഫ്രൈ ചെയ്ത്. ഇതാ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ പാൻ ചൂടാക്കി നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതാ 2 തണ്ട് കറിവേപ്പില ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഓരോ പീസായിട്ട് ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കുന്നു. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതാ ഇപ്പോൾ നമ്മളെല്ലാ പീസും ഇട്ട് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ അല്ല, നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡ് ആയതിനു ശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് അടുത്ത സൈഡൂടെ നല്ലപോലെ ഫ്രൈ ചെയ്യുക. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വയ്ക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ മീഡിയത്തിൽ വെച്ചിട്ട് 2 സൈഡ് നല്ലപോലെ മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡും നല്ലപോലെ മുരിഞ്ഞ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. ഇതാ ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി പയ്യോളി ചിക്കൻ ഫ്രൈയുടെ മെയിൻ ഒരു ഐറ്റം ഉണ്ട്, അതിലേക്ക് നമ്മൾ പോവുകയാണ്. ആ എണ്ണയിലേക്ക്, ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് നമ്മൾ നല്ലതായിട്ട് ചിരണ്ടി തേങ്ങ ഇട്ട് കൊടുക്കുക. ആ തേങ്ങ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഓയിൽ കിടന്ന് നല്ലപോലെ ഫ്രൈ ആയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്തിട്ട് ആ ചിക്കൻ്റെ മേലെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കും. പയ്യോളി ചിക്കൻ ഫ്രൈയുടെ മെയിൻ ഐറ്റമാണ്. മസാല പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം നമ്മളിത് ചിക്കൻ്റെ മുകളിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. ആ ചിക്കൻ്റെ എണ്ണയിൽ കിടന്ന് നല്ല ഫ്ലേവറും ചിക്കൻ്റെ ഫ്ലേവറും മസാലയും എല്ലാം പറ്റിയ നമ്മുടെ തേങ്ങ നല്ല യമ്മി ആയിട്ട്, പ്രത്യേകിച്ച് സ്പൈസ് ലവേഴ്സിന് നല്ലപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഇത് കഴിച്ചിരിക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്.